ഇത് എന്നും ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലിയും ദോശയും മാറി മാറി കഴിച്ചു മടുത്തെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്തു. നല്ല ഉണ്ട പലഹാരം. നമ്മൾ ഈ പലഹാരത്തിനൊപ്പം വറുത്ത മുളക് എടുത്തിട്ടുണ്ട്, ഉലുവമാങ്ങ അച്ചാർ എടുത്തിട്ടുണ്ട്, മെഴുക്കുവരട്ടി എടുത്തിട്ടുണ്ട്, അതായത് ബീൻസും ക്യാരറ്റും ചേനയൊക്കെ ചേർത്തിട്ടുള്ള അടിപൊളി മെഴുക്കുവരട്ടി എടുത്തിട്ടുണ്ട്, പിന്നെ ചമ്മന്തി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ഒരു വറുത്ത പപ്പടം കൂടി എടുത്തിട്ട് ആ പപ്പടം നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കും. ഇനി ഈ ഉണ്ട പലഹാരത്തിന് ഓൾ ടൈം ഫേവറേറ്റ് കോംബോ ആയിട്ടുള്ള തൈര് എടുക്കും. തൈരെന്ന് പറഞ്ഞാൽ നല്ല കട്ട തൈരാണ്. തൈര് ഈ ഉണ്ട പലഹാരത്തിൻ്റെ മുകളിലേക്ക് ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കും ആദ്യം. ഈ ഒരു കോമ്പിനേഷൻ നിങ്ങളെല്ലാവരും കാണിക്കാമെന്ന് വിചാരിച്ചു. അതാണ് ഇങ്ങനെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തത് കേട്ടോ. ഈ ഒരു തൈര് ഈ ഒരു ഉണ്ടപ്പലഹാരത്തിനൊപ്പം ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് ആ പപ്പടം കൂടി ചേർത്ത് ഒപ്പം നമ്മൾ ആ ഉലുവമാങ്ങ ഉപ്പിലിട്ടതും ആ ചമ്മന്തിയും കൂടെ ചേർത്ത് അങ്ങ് കഴിക്കുമ്പോൾ കിട്ടുന്ന ഫീലുണ്ടല്ലോ, ഒരു രക്ഷയില്ല, അസാധ്യ രുചിയാണ്. ഇത് പല സ്ഥലങ്ങളിലും പല പേരിലാണ് അറിയപ്പെടുന്നത്. ചില സ്ഥലത്ത് പൊതിപലഹാരമാണ്. ഇലക്കകത്ത് പൊതിഞ്ഞെടുക്കുമ്പോൾ പൊതിപലഹാരമാവും, ഉണ്ടയായിട്ട് ഉരുട്ടിയെടുക്കുമ്പോൾ ഉണ്ടപ്പലഹാരമാവും. ഈ ഉണ്ടപ്പലഹാരം ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ് പാകം ചെയ്യുന്നത് കേട്ടോ. നന്നായിട്ട് വറുത്തെടുത്ത അരിപ്പൊടിക്കൊപ്പം സ്വല്പം വെളിച്ചെണ്ണയും കുറച്ച് ഇളം ചൂട് വെള്ളവും ഇന്നലത്തെ പഴഞ്ചോറും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുഴച്ചെടുത്തിട്ടാണ് രുചികരമായിട്ടുള്ള ഈ ഒരു പലഹാരം നമ്മൾ പാകം ചെയ്യും. പിന്നെ ഈ വീഡിയോയ്ക്കകത്ത് ആദ്യം കണ്ട ഉലുവ മാങ്ങയുണ്ടല്ലോ, നമ്മളുടെ ഓൺ റെസിപ്പിയാണ്. അത് ഓൺലൈനായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും. ഇപ്പോൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്ന നമ്പറിൽ നിങ്ങളൊന്ന് വിളിച്ചാൽ മതി. ഉലുവ മാങ്ങയുടെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഉറപ്പായിട്ടും അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ പുതിയ പുതിയ കാഴ്ചകൾക്കായിട്ട് കാത്തിരിക്കുക. രുചികരമായിട്ടുള്ള ഭക്ഷണങ്ങൾ എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുക. വീണ്ടും കാണാം പുതിയ ചില കാഴ്ചകളായിട്ട്.